One of the longest serving automobile manufacturer in India ആണ് മഹീന്ദ്ര. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് വെഹിക്കിളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹരവായി ജീപ്പ്. നല്ല രസമാണ്, ചുറ്റുമുള്ള കാഴ്ച കാണാം. ഒരു ത്രില്ലാണ് ഇത് ഓടിക്കുന്നതിന്. ഇത് ഏതാ വണ്ടിയെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷൻ താർ. ഞങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും മഹീന്ദ്രയുടെ ഫാനാണ്. ആദ്യത്തെ ഇന്റർനാഷണൽ കമാൻഡർ ഉണ്ടായിരുന്നു. ഇപ്പം ഹെലികോപ്റ്ററിൽ പോകുന്നവർക്കും വ്യക്തമുള്ളതായിട്ട് അറിയാൻ പറ്റില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബോംബിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാനാണ്. ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത് എവിടെ വേണേലും കയറി പൊക്കോളും. രണ്ടുപേരെ ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഈ വണ്ടി വളരെ സൂപ്പറാണ്. എന്തൊക്കെ പറഞ്ഞാലുവേ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലെ, നമ്മള് ഒരു വികാരമാണ്. മോഹൻലാലിന്റെ പഴയ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠന്റെയും സുഹൃത്തുക്കളും പോകുന്ന ആ വണ്ടിയാണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. എന്തൊക്കെ പറഞ്ഞാലുവേ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലെ, നമ്മള് ഒരു വികാരമാണ്. ഏത് വണ്ടി വന്നെന്ന് പറഞ്ഞാലും എത്ര ഫീച്ചേഴ്സ് വന്നാലും ഇപ്പൊ ജീപ്പ് മറ്റേ റീലി കാണാറില്ലേ, ജീപ്പ് ഏറ്റവും പവറുള്ള വണ്ടിയല്ല, ഫീച്ചറുള്ള വണ്ടിയല്ല. പക്ഷെ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭവം അല്ലെ. ബാക്കി ഏതൊക്കെ വണ്ടി വന്നാലും ജീപ്പിന്റെ തട്ട് താന്നു തന്നെ ഇരിക്കും. അതെ, ഇത് 2008 മോഡൽ അല്ലേ, അതായത് 18 വർഷമായി. വേറെ നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതിന്റെ പേർപ്പസ് സെർവ് ചെയ്യാൻ 6 പോലും ഉണ്ട്. എന്നിട്ട് ഇത് റീറ്റെയിൻ ചെയ്യാനുള്ള റീസൺ എന്താണ്? രണ്ട് സംഗതികളാണ്. ഒന്ന്, നമുക്ക് ഇത് കൊടുത്ത് ഒഴിവാക്കിയാൽ പിന്നീട് ഒരിക്കലും ഇതൊന്ന് വാങ്ങിക്കണമെന്ന് വെച്ചാൽ നടക്കുകയല്ല, കിട്ടുകയല്ല, ഇത്രയും കണ്ടീഷനുള്ളൂ അല്ലേ. പിന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ഫാദർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഓ ശരി. പുള്ളിയുടെ ലൈഫിൽ 3 വണ്ടിയെ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഒരു ഹീറോ ഹോണ്ട CD100 KEO 1340. പിന്നെ ഉള്ളത് ഒരു 89 മോഡലാ ഇന്റർനാഷണൽ അത് 4 വീൽ ഡ്രൈവ് വണ്ടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വഴിയും പറമ്പിലും ഒക്കെ കയറണമെങ്കിൽ 4 വീലുള്ള വണ്ടിയെ പറ്റുകൊണ്ടായിരുന്നു. അങ്ങനെ അന്ന് മേടിച്ചു. പിന്നെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഒക്കെ ഒരു വണ്ടി വേണമായിരുന്നു. ഇന്നും നമ്മള് ടാക്സി വിളിക്കുമായിരുന്നു. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ വണ്ടി വാങ്ങിച്ചതാണ്. അത് ഏതാണ്ട് 2008-09 ഈ ജീപ്പ് വാങ്ങിക്കുന്നവരെ അതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്നത്. അപ്പം ഡാഡി ഡ്രൈവിങ് പഠിച്ചതും അതിലാണ്. ഡാഡിയും പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ മാത്രമേ ആ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഞങ്ങളൊക്കെ അന്ന് ചെറുതായിരുന്നു. ഞങ്ങളൊക്കെ ഈ ഷെഡിനകത്തുനിന്ന് പുറകോട്ടിറക്കി ഇടും. അതൊക്കെ ഡ്രൈവിംഗ് പഠിച്ചതൊക്കെ അതല്ല. ഡ്രൈവറുടെ കൂടെ മെയിൻ്റനൻസ് കൂടുതലായിരുന്നു അന്നത്തെ വണ്ടികൾക്കൊക്കെ. ഈ പറഞ്ഞ പോലെ 4 വീലും ഒക്കെ ഉള്ളതാണ്. അത് ഉപയോഗിച്ചില്ലെങ്കിലും അതിനുള്ള മെയിൻ്റനൻസ് കൂടുതലൊക്കെയാണ്. പിന്നെ അത് ഈ പുതിയ വണ്ടി വന്നപ്പോ അത് ഒത്തിരി പഴക്കമായി. പിന്നെ ഒരു 10-60 കിലോമീറ്റർ ഒക്കെ മാക്സിമം അതിന് സ്പീഡ് ഉള്ളൂ. അതെ, അതതിന്റെ ഒരു പോരായി. അതായത് കൗതുകമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അന്നത്തെ കാലത്ത് ഇപ്പം ബൊലേറോ പൈലറ്റ് ആയിട്ട് മിനിസ്റ്റേഴ്സിനൊക്കെ പൈലറ്റ് ആയിട്ട് പോയിരുന്ന പകരം അന്നൊക്കെ ജീപ്പായിരുന്നു. ഇന്ന് ഇന്നോവയിൽ പോകുന്നതിന് ശേഷം അംബാസഡറിലായിരുന്നു. അംബാസഡർ ഒരു 100 വരെയൊക്കെ ടച്ച് ചെയ്യുന്ന കാലത്ത് ജീപ്പ് എത്ര സ്പീഡിൽ ഓടിച്ചാലും 60-70 മുകളിൽ പോകില്ല. 70 എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഒരു സ്ട്രെയിൻ വരുന്ന ഒരു സിറ്റുവേഷൻ. കൺസംഷൻ ഒരുപാട് കൂടുതലാണ്. അതെ, 10 മാക്സിമം കിട്ടുള്ളായിരുന്നു. അപ്പൊ 2003 വേറൊരു ലോഞ്ച് വന്നത് ഇൻവേഡർ ആയിരുന്നു, മഹീന്ദ്ര ഇൻവേഡർ. അത് ലോഞ്ച് ചെയ്ത സമയത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. ജിപ്സി ഒക്കെ പോലെ സ്റ്റൈലിഷ് ആയിരുന്നു. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ബൊലേറോ പോലെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിരുന്നു. പിന്നെ അതിന്റെ 2 വീൽ ഡ്രൈവ് ഫ്രണ്ടിൽ കോയിൽ സ്പ്രിംഗ് ആയിരുന്നു കേട്ടോ, ബീഫ് അല്ല, കോയിൽ സ്പ്രിംഗ്. അപ്പം ഓൾറെഡി മോർ കംഫർട്ടബിൾ ആയിരുന്നു. അത് ഞങ്ങളൊരു 5 years യൂസ് ചെയ്തു. അതിന് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ, റസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് മഹീന്ദ്രയുടെ കൂടപ്പുറപ്പായിരുന്നു. അങ്ങനത്തെ ഉള്ള വണ്ടികൾ ഉണ്ട്. ഇപ്പൊ ചിലപ്പം മറ്റേ ഈ 7XO പോലെയുള്ള വണ്ടികളെല്ലാം കുറച്ചുകൂടെ ബെറ്റർ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതാണ്, ആന്റി റസ്റ്റ് ട്രീറ്റ്മെന്റ്സും ഒക്കെ. പക്ഷെ ഈ ഒരു ജനിസി പെട്ടതെല്ലാം എല്ലാത്തിനും റസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ് എപ്പോഴും അത് ഇളകി പോവായിരുന്നു. അവിടുത്തെ ആ ഗ്യാസ്കറ്റ് പോയിട്ടെന്തോ
അപ്പം അതുകൊണ്ട് അത് കൊടുത്തിട്ട് പിന്നെ വീട്ടിലൊരു സ്കോർപ്പിയോയാണ് എടുത്തത്. കാര്യം തോട്ടത്തിലൊക്കെ പോകാൻ കുഴപ്പമില്ല, സ്കോർപ്പിയോ ആണെങ്കിൽ തോട്ടത്തിൽ പോകാമല്ലോ, വേറെ റബ്ബർ ഷീറ്റ് ഒന്നും ആക്കുന്നില്ല. അപ്പൊ എല്ലാം പാലാക്കി കൊടുക്കാം, പിന്നെ വളം കൊണ്ടുവരാനാണെങ്കിലും പിക്കപ്പ് അങ്ങനെ ഹയർ ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി സ്കോർപ്പിയോ ഫുൾ ഓപ്ഷൻ SLX എന്ന് പറഞ്ഞ് 2009 എടുത്തു. നല്ല വണ്ടിയായിരുന്നു. അന്ന് പലരും പറഞ്ഞതാണ് ഇന്നോവ എടുക്കാന്ന്. പക്ഷെ നമ്മള് ഒരു മഹീന്ദ്ര ബ്രാൻഡിനോട് ലോയൽ ആയതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അന്ന് എടുത്തതാണ്. വിച്ച് വാസ് നോട്ട് എ ബാഡ് ബൈ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സ്കോർപ്പിയോയിൽ നിറച്ച ആളുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളാ. അതർവൈസ് ബോഡിയോട് ഭയങ്കരമാണ്. നല്ല പവർഫുൾ എഞ്ചിനും ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. അതൊരു 5 years യൂസ് ചെയ്തു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ തോട്ടത്തിൽ പോകാനുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പിന്നെ വേറെ കാസാണ് ഉണ്ടായിരുന്നത്, ഈ സ്കോർപ്പിയോ. എന്നാൽ ഡേ ടു ഡേ ബേസിസ് അത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് ജീപ്പ് നോക്കി, പിന്നെയും യൂസ്ഡ് ജീപ്പ്. അപ്പൊ യൂസ്ഡ് നോക്കിയപ്പോ എല്ലാത്തിനും 4 ലക്ഷം 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിൽ കുറഞ്ഞ് നല്ല വണ്ടികളൊന്നും കിട്ടാനില്ല. അപ്പോഴാണ് 2010 ഇതിന്റെ ലാസ്റ്റ് ബാച്ച് ഇൻവൈഡർ ഉണ്ടെന്ന്, ഇൻവൈഡർ വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു ജീപ്പ് എടുക്കാം മേജർ. അത് 2010 ലാസ്റ്റ് ബാച്ച് ആയിരുന്നു കേട്ടോ. 4,02,000 രൂപ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് വില കുറഞ്ഞു. ഈ വണ്ടി മേടിക്കുമ്പം 4 വീൽ ഡ്രൈവിന് 5,10, 2 വീൽ ഡ്രൈവിന് 4,75 ആണല്ലേ. അപ്പൊ അന്ന് എന്തോ ഈ അതായത് ഈ ഇയർ ബാക്കിന്റെ ഓഫർ ഉണ്ടായിരുന്നു. ഇത് വണ്ടി 2008 മോഡലും 2009 രജിസ്ട്രേഷനും ആണ്. അപ്പൊ അന്ന് അതിന്റെ ഒരു എന്തൊക്കെയോ ഓഫറും കൂടെ കറക്റ്റ് എമൗണ്ട് ഓർക്കുന്നില്ല, അതോടെ കൂടി അന്നേണ്ട 5,000 2,000 അങ്ങനെ ഉണ്ടാകും. നമ്മുടെ കൂടി ഈ വണ്ടി 4,75 മൊത്തം. ഞങ്ങൾക്ക് 4,02,000 ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. ആ ഒരു വിലക്കാണ് കിട്ടിയത്. അന്നൊക്കെ പറഞ്ഞു കേട്ടത് ജീപ്പിന്റെ കാലം കഴിഞ്ഞു, ഇനി ആരും ജീപ്പ് എടുക്കില്ല അങ്ങനെ വിചാരിച്ച ഒത്തിരി പേരുണ്ട്. അതും തന്നെയല്ല ഇനി ഗവൺമെന്റ് പുതിയ നോംസ് ഒക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ടോപ്പ് വന്നിരുന്നു, ഥാർ ലോഞ്ച് ചെയ്തു. ഥാർ DIയുടെ സെയിം എഞ്ചിനായി, ഇതിന്റെ സെയിം എഞ്ചിനായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ഥാർ DI. അതൊക്കെ വന്നെങ്കിലും ഇപ്പോഴും ഉണ്ടല്ലോ സോഫ്റ്റ് ടോപ്പ്, ഇപ്പോഴും ഉണ്ട്. ഥാർ അവൈലബിൾ ആണ്. ഷോർട്ട് വീൽ ബേസ് ഥാർ കനോപ്പി ടോപ്പ് അവൈലബിൾ ആണ്. നീ അത് അങ്ങനത്തെ കാര്യം നോക്കരുത്, കാരണം ഈ AC-യുടെ ഒരു പ്രശ്നമുള്ളത്. AC-യുടെ പ്രശ്നം, പിന്നെ സേഫ്റ്റി. അത് AC ഉണ്ട് കേട്ടോ കനോപ്പി. എഫക്റ്റീവ് ആണോ? ഇല്ല, അത്യാവശ്യം കൺസീൽഡ് ആണത്. പക്ഷെ ഇതാണ് സേഫ്റ്റി ഒരു ഞങ്ങളുടെ വീട്ടിലും നീ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാരും മഹേന്ദ്രയുടെ ഫാനാണ്. ആദ്യത്തെ ഇന്റർനാഷണൽ, അത് കഴിഞ്ഞ് മേടിച്ച വണ്ടിയാണ് കമാൻഡർ ഉണ്ടായിരുന്നത്. ഈ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളെ സ്കൂളിൽ വിടാനായിട്ടും അപ്പൊ ആ കൂടെ തന്നെ ബാക്കിയുള്ള പിള്ളേരായിട്ട് പിള്ളേരോട്ടം ഉണ്ടായിരുന്നു. കമാൻഡർ ഉണ്ടായിരുന്നു KL 5D 8512. ഞങ്ങൾ അതിനെ ഇടിവണ്ടി എന്നുള്ളൊരു പേരിലാണ് വിളിച്ചോണ്ടിരുന്നത്. എല്ലാ ഒക്ടോബർ 30 ആ വണ്ടി ആക്സിഡന്റ് ആവും. ശരി, എല്ലാ ഒക്ടോബർ 30 ബൈ ഡിഫോൾട്ട് എങ്ങനെയെങ്കിലും ഇത് നമ്മളായിട്ടല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് ഇപ്പം റീസെന്റ് ഓട്ടോബാൻ മഹീന്ദ്ര എന്ന് പറഞ്ഞ് പുതിയൊരു ഡീലർഷിപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് മറ്റേ നിപ്പോൺ ഗ്രൂപ്പിന്റെ ആണ്, ടൊയോട്ടയുടെ നിപ്പോൺ ഗ്രൂപ്പിന്റെ ആണ്. അവരുടെ തന്നെയാണ് ടാറ്റയുടെ ഡീലർഷിപ്പായ ലക്സൺ ടാറ്റ. അപ്പൊ ലക്സൺ ടാറ്റ വന്നപ്പം ആ ഒരു ആഫ്റ്റർ സെയിൽസിലൊക്കെ കുറെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിവേ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഈ ഓട്ടോബാൻ ഇപ്പം മഹീന്ദ്രയുടെ സർവീസ് ഏറ്റെടുത്തപ്പം ഹോപ്പ്ഫുള്ളി ബെറ്റർ ആകണം എന്നാണ് വിശ്വാസം. കാര്യം അവരുടെ സെയിൽസ് ഇപ്പൊ ഷോറൂമിൽ പോയി കഴിഞ്ഞാലേ ഭയങ്കര ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡിന്റെ ഷോറൂമിൽ കയറുന്ന പോലെ തോന്നും കേട്ടോ. ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരേ ഒരു ബ്രാൻഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, മഹീന്ദ്ര. 3 ജീപ്സ് ഉപയോഗിച്ചു. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ മറ്റ് പല വാഹനങ്ങളുണ്ടെങ്കിലും 2 മഹീന്ദ്ര വെഹിക്കിൾസാണ് യൂസ് ചെയ്യുന്നത്, ഒരു മേജറും ഒരു ഥാറും. അപ്പോൾ ഒരു ബ്രാൻഡിന് ഒരു വ്യക്തിയിലല്ല, ജനറേഷൻസിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഇതുപോലെ ഏതെങ്കിലും ഇന്ത്യൻ ബ്രാൻഡ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇത് സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ഹോൾ മഹീന്ദ്ര ജീപ്പ് എവല്യൂഷൻ്റെ ഡോക്യുമെൻ്ററി. അപ്പോൾ ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബെസ്റ്റ് കമൻറ്റ് പിക്ക് ചെയ്ത് അവർക്കൊരു എക്സൈറ്റിംഗ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ആ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നത് August 15th. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഹറി അപ്പ്.
അധികം വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡ് റിലീസ് ആകുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിങ്.